അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹില്ലി ജുസ് 1 പേജ് 41. വതഹത്ത മുസ്മിറത്തിൻ, പഴം കായ്ക്കുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിലും മൂത്രിക്കരുത്. അതിന് കാരണം എന്താ? സിയാനത്തല്ലി സമർത്തി, പഴത്തിനെ കാക്കാൻ വേണ്ടി. അങ്ങനത്തെ പഴമാണല്ലോ വാക്യത്തിൽ വീഴുന്നതായ മരത്തും താഴോട്ട് പോകും, മൂത്രത്തിലേക്കല്ല വീഴുക. എന്തിനെ തൊട്ട് കാക്കാൻ വേണ്ടി? അനി തെൽവീസി, മൂത്രം പെരളലിനെ തൊട്ട് കാക്കാൻ വേണ്ടി. മൂത്രം പെരണ്ടെന്താ പ്രശ്നം? ഫതഅഫുഹൽ അംഫുസു, അപ്പം ആളുകൾ അതിനെ വെറുക്കും, മൂത്രത്തിൽ വീണല്ലെന്ന് തിന്നാൻ മടിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പഴത്തിൻ്റെ ചുവട്ടിൽ വെച്ച് മൂത്രിക്കാതിരിക്കണം. ഒത്തഹബത്ത് എന്ന അങ്ങനത്തെ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് കായുണ്ടാകുന്ന പഴമുണ്ടാകുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് കാഷ്ടിക്കലോ അത് കൽബൗലി, മൂത്രിക്കും പോലെ തന്നെയാണ്. ഫയുക്ര എന്ന രണ്ടിൻ്റെ ഹുക്മെന്താ? ആ കാഷ്ടിക്കലും മൂത്രിക്കും രണ്ടിനെയും കറാഹത്താക്കപ്പെടും. ഖാലഫി ഷറഹിൽ മുഹദ്ദബി, ഷറഹിൽ മുഹദ്ദബിൽ നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാ ഫർഖ, വ്യത്യാസമില്ല, ബൈന വഖ്തി സമർത്തി വഗൈരിഹി. ഈ കറാഹത്താകുക എന്നുള്ള വിഷയത്തിൽ, കാർഷിക മുസ്ലിം കറാഹെന്ന വിഷയത്തിൽ പഴം ഉണ്ടാകുന്ന ടൈമിലും അല്ലാത്ത ടൈമിലും വ്യത്യാസമില്ല. ഇപ്പോൾ മാങ്ങക്കാണെങ്കിൽ എല്ലാ കാലത്തും മാങ്ങ ഉണ്ടാവില്ലല്ലോ. മാങ്ങ പറിച്ച് കഴിഞ്ഞ് പിന്നെ 5-6 മാസത്തേക്ക് മാങ്ങ ഉണ്ടാവില്ല. എന്നാൽ അസമയത്തും കറാഹത്ത് തന്നെയാണ്. ഖാല, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലം യഖൂലു, അസ്ഹാബ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഫുഖഹാക്കൾ പറഞ്ഞിട്ടില്ല, ബിത്തഹ്രീമിഹി, പഴം ഉണ്ടാകുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വിസർജിക്കലും ഒക്കെ ഹറാമാന്ന് പറഞ്ഞിട്ടില്ല. അത് ഹറാമാന്ന് പറയണ്ടേ, കാരണം പിന്നെ നൈസാക്കലല്ലേ അത്. അതിന് പറയാം, അങ്ങനെ പറയാതിരിക്കാൻ കാരണം ഈ അന്നത്തെ നജുസ ഹൈറു മുത്തയഖീൻ, കാരണം ഇത് നജസാകുക എന്നുള്ള ഉറപ്പില്ലല്ലോ. പിന്നെ നജസാകാതിരിക്കാനും സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഹറാമാവാതിരിക്കുന്നത്. നജസെന്ന് ഉറപ്പാണെങ്കിൽ ഹറാമാകുകയായിരുന്നു. വലായത്തക്കല്ലമോ, അതുപോലെ മൂത്രിക്കുകയും ചെയ്യരുത് അവൻ. അല്ല, വലായത്തക്കല്ലമോ, സംസാരിക്കരുത്. ഇപ്പം ബൗലി മൂത്രിക്കുന്ന അവസരത്തിൽ, ഔ തഹവുത്തിനെങ്കിലും കാഷ്ടിക്കുന്ന അവസരത്തിൽ സംസാരിക്കരുത്. ബി ദിക്രിൻ ഔ ഗൈരിഹി, ദിക്ർ കൊണ്ടോ ദിക്ർ അല്ലാത്തത് കൊണ്ടോ സംസാരിക്കരുത്. ഫോണിലൊന്നും അടങ്ങുന്ന വർത്താൻ പറയുന്ന അർത്ഥം. ഖാലഫി റൗളത്തി, റൗളയിൽ നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യുക്റഹു ദാലിക, ബൗലി തഹവുത്തിൻ്റെ അവസരത്തിൽ സംസാരിക്കലിനെ കറാഹത്താക്കപ്പെടും. ഇല്ലായും നിറത്തിന് വേണ്ടിയിട്ട്. നിറത്തുണ്ടെങ്കിൽ കറാഹത്തില്ല, ചിലപ്പോൾ നിർബന്ധം തന്നെയാവും. ഇനി ആവശ്യത്തിന് വേണ്ടിയാകുമ്പോൾ ചിലപ്പോൾ സുന്നത്തുമാകും. അതൊന്നും ഇല്ലാതെ വെറുതെയുള്ള സംസാരമാണ് പറ്റില്ലാറുള്ളത്. ഖാലഫിറോത്തി യുക്രൂത, കറാത്ത് എന്ന് പറഞ്ഞത്. ഫൈൻ അതിസ, ഇനി മലമൂത്ര വിസർജനം നടത്തുന്ന ആൾ തുമ്പിയാൽ, ഹമിദല്ലാഹ തആല, അയാൾ അള്ളാഹുവിനെ സ്തുതിക്കണം. ഖൽബിയാൾ, ഹൃദയം കൊണ്ട് സ്തുതിക്കണം. വലാ യുഹരികുല ലിസാനഹു, നാവിനെ ചലിപ്പിക്കരുത്. വഖദ് റവബി ഹിബ്ബാന വഗൈറുഹു, ഇബ്നു ഹിബ്ബാനും വഗൈറും റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, ഹദീസൻ നഹി അനി തഹദ്ദുസി, വർത്താനം പറയുന്ന തൊട്ടുള്ള വിരോധനയുടെ ഹദീസിനെ. എപ്പോൾ വർത്താനം പറയുക? അൽ ഖായത്തി, ഖായത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് വിസർജിക്കുന്ന സമയത്ത്. വലായസ്തഞ്ചി ബിമായിൻ, വെള്ളം കൊണ്ട് മനൊരുക്കുകയും ചെയ്യരുത്. ഈ മജ്ലിസിഹി, മൂത്രിച്ച സദസ്സിൽ വെച്ച്, ആ സ്ഥലത്ത് വെച്ച് മനൊരിക്കരുത്. ഇപ്പം എന്താക്കണം? ബല്ലെങ്കിലും എന്തൊക്കെയൊരു, ആ മൂത്രിച്ചതായിരിക്കുന്ന ആൾ നീങ്ങണം. അൻഹു, മൂത്രിച്ച സ്ഥലത്തെയും വിട്ട് നീങ്ങി വേറെ നിങ്ങൾ സ്ഥലത്തേക്ക് ഇരിക്കണം. അതിനാ വെള്ളം കൊണ്ട് മനൊരിക്കുന്ന വേറെ നീങ്ങണം എന്ന് പറഞ്ഞത്, എല്ലാ ഹസുല, കരസ്ഥമാകാതിരിക്കാൻ വേണ്ടി, ലഹു, ഈ വെള്ളം കൊണ്ട് മൂത്രിക്കുന്ന ആൾക്ക്, റഷാസുൻ, പാറൽ, അങ്ങനത്തെ പാറലാണ് യജിസു, ആ പാറൽ നജസാക്കും. അങ്ങനത്തെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി സൂക്ഷ്മതക്കാണ് അങ്ങനെ ചെയ്യുന്നത്. ഖാലഫിർ റൗളത്തിൽ നിന്ന് റൗളയിൽ നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ലാ ഫിൽ അഹ്ലിയത്തിൽ മുഅദ്ദത്തിൽ ഇദാരിക, അപ്പം അങ്ങനെ കല്ലുകൊണ്ട് വെള്ളം കൊണ്ട് മനോരിക്കരുത് ആ മജ്ലിസിൽ വെച്ച് എന്നുള്ള ഇസ്തിസ്നുണ്ട്. ഏതാണ്? ഇല്ലാ ഫിൽ അഹ്ലിയത്തിൽ, ചില ഹലാലുകളിലൊഴികെ. എങ്ങനത്തെ ഹലാലുകളാണ്? അൽ മുഅദ്ദത്തി, ഒരുക്കി തയ്യാറാക്കപ്പെട്ട ഹലാല്. ഇദാരിക, എന്തിനു വേണ്ടി ഒരുക്കി തയ്യാറാക്കപ്പെട്ടു? അവിടെ നിന്ന് തന്നെ, ഇരുന്നിടത്ത് തന്നെ വെള്ളം കൊണ്ട് മനോരിക്കലിലേക്ക് ഒരുക്കി തയ്യാറാക്കപ്പെട്ടു. ആ രീതിയിൽ കൊടുത്തിറക്കാത്ത സംവിധാനമാക്കപ്പെട്ട് അവിടെ ആയിട്ട് ആഗ്രഹിക്കുക, അവിടെ കറാത്തില്ല എന്നർത്ഥം. പല എന്തൊക്കെയൊരു, അപ്പോൾ അവിടെ ആകുമ്പോൾ നീങ്ങേണ്ടതില്ല, കലാടം നീങ്ങേണ്ടതില്ല. കാരണം എന്തുകൊണ്ടില്ല? അന്നഹു, വിഷയമായിട്ടും അങ്ങനത്തെ സ്ഥലം പോയി വെള്ളം കൊണ്ട് മനോരിക്കുന്ന ആൾ
ലാ യനാലുഹു ആ മനോരിക്കുന്ന ആളിലേക്ക് എത്തൂലല്ലോ ഫിഹ അഹ്ലിയത്തുൽ മുഅദ്ദത്തിൽ ധാരിക്ക, അഥവാ വെള്ളം കൊണ്ട് മനോരിക്കാനുള്ള സംവിധാനത്തിൽ തയ്യാറാക്കപ്പെട്ടതായ ടോയ്ലറ്റിൽ വെച്ച് അവൻ നീങ്ങേണ്ടതില്ല. എന്തേ നീങ്ങേണ്ടറിയാൻ കാരണം നിശ്ചയമായിട്ടും ആ വെള്ളം കൊണ്ട് മനോരിക്കുന്നവൻ ലാ യനാലുഹു അവനക്ക് എത്തൂലല്ലോ ഫിഹ ആ അത്തരം അഹ്ലിയത്തിൽ വെച്ച് ഹലാലുകളിൽ വെച്ച് എത്തൂലല്ലോ റഷാസുൻ പാറലുകൾ എത്തൂലല്ലോ. വരാ എന്ത അതുകൊണ്ട് നീങ്ങണ്ട. വരാ എന്തൊക്കെ മുസ്തഞ്ചി ബിൽ ഹജരി നേരത്തെ പറഞ്ഞ വെള്ളം കൊണ്ട് മനോരിക്കുന്നവനാണ്ട്. അതേസമയം ആ കല്ലുകൊണ്ട് മനോരിക്കുന്നവനോ അവനും നീങ്ങേണ്ടതില്ല. കാരണം എന്തുകൊണ്ട് ലിന്തിഫായിൽ മാനൽ മധുക്കൂരി വെള്ളം കൊണ്ട് മനോരിക്കുന്നവൻ നീങ്ങണം എന്നതിന് പറഞ്ഞതായിരിക്കുന്ന ഹിക്മത്ത് ഇവിടെ അടുത്ത ഹിക്മത്ത് എന്തായിരുന്നു? പിന്നെ എല്ലാ യഹ്സുലഹു റഷാസുൻ യുനജിസൂന അവൻ നെസ്സാക്കുന്ന പാറൽ മനക്കുന്നത് കല്ലുകൊണ്ട് മരിക്കും പാറാനൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് പ്രശ്നം ആടെ നീങ്ങണ്ടില്ല. വയസ്തബിരിയു മൂത്രിച്ച ആൾ അല്ലെ മനമൂത്ര വിസർജനം നടത്തിയ ആൾ ഇസ്തിബ്ര ചെയ്യണം. ഈ മൂത്രത്തിൽ നിന്ന് അവൻ ഇസ്തിബ്ര നടത്തണം, മുക്തമാകലിന് തേടണം നടത്തണം. എപ്പോഴാണ് ഇസ്തിബ്ര നടത്തേണ്ടത്? എന്തൊങ്കിതായി മൂത്രിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അല്ല, അപ്പോൾ ഒന്നും അനങ്ങണ്ട. മൂത്രിച്ച് തീർന്നതിന് ശേഷം, അത് മുൻകൃത്യകരണം മൂത്രിച്ച് അവസാനിക്കുന്ന അവസരത്തിൽ എങ്ങനെയാണ് ഇസ്തിബ്ര ചെയ്യേണ്ടത്? ബിത്തനഹനുഹി തൊണ്ട അനക്കിക്കൊണ്ട് ഇസ്തിബ്ര ചെയ്യണം. വനത്തിരി ദക്കരി ദക്കറിനെ ഭരിക്കലുമുണ്ട്. നത്ർ എന്നുണ്ട്, നസ്റ് എന്നുണ്ട്. നത്രാൽ ഭരിക്കേണ്ട ഉദ്ദേശം അവൻ്റെ ഇബ്ഹാം വിരലും സബ്ബാബ വിരലും ഉപയോഗിച്ചുകൊണ്ട് ആ ദക്കറിൻ്റെ അടിഭാഗത്തിൽ നിന്ന് മേൽഭാഗം വരെ തള്ളുക. പെണ്ണാണെങ്കിൽ അവരുടെ ആനത്തിനെ ഞെക്കുക. ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യലുകൊണ്ട് ഇസ്തിബ്ര ചെയ്യണം. അപ്പോൾ ഹൈദരിക്കാതല്ലാത്ത മറ്റെന്ത് കാര്യങ്ങളോ കുറച്ച് നടക്കലായിരിക്കും ചിലർക്ക്. അങ്ങനെ എന്താണ് ഓരോരുത്തർക്ക് പിന്നെ എളുപ്പമെന്നെങ്കിൽ അത് ചെയ്യാം. ബഹുവ ഇസ്തിബ്രയാകുന്നത് മുസ്തഹബുൻ, അത് നിർബന്ധമുള്ള കാര്യമല്ല, സുന്നത്താക്കപ്പെട്ട. എന്താ സുന്നത്തേ ഉള്ളൂ, നിർബന്ധമില്ലാണ്ടിരിക്കാൻ കാരണം എന്നല്ലാഹിറമിൻഖുദ്ദായിൽ ബൗലി മൂത്രിച്ച് അത് അവസാനിച്ച് കഴിഞ്ഞാൽ നിന്ന് ലാഹിറാകുന്നത് അതും ഔദീനിയ മൂത്രം മടങ്ങി വരില്ല എന്നുള്ളതാണ്. അത് ആയിരം പിടിക്കുക. കമാഖാലു ഫിൽ കിഫായത്തി അങ്ങനെ മനോരിക്കൽ നിർബന്ധമല്ല, സുന്നത്തേ ഉള്ളൂ. അതിന് കാരണം ഈ പറഞ്ഞ കാരണം അടക്കം ഇബ്നു ഇഷ്ഫത്ത് റളിയല്ലാഹു അൻഹു ഇതിൻ്റെ കിഫായിൽ പറഞ്ഞിട്ടുണ്ട്. ഉമ്മന കലാവിൻ അതേ ഇബ്നു റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു. അതിന് ഖാദി ഹുസൈൻ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിച്ചു. വുജൂബുഹു ഇസ്തിൻജ സുന്നത്തല്ല, അടുത്ത ഇസ്തിൻജ നിർബന്ധമാണെന്നതിന് ഉദ്ധരിച്ചു. വയഷ്ഹദു ലഹു ഇസ്തിബ്ര നടത്തൽ നിർബന്ധമല്ല, അല്ല നിർബന്ധമാണ് എന്നല്ലോ ഖാദി ഹുസൈൻ. അപ്പോൾ ഇസ്തിബ്ര നടത്തൽ നിർബന്ധമാണ് എന്ന് എനിക്ക് തെളിവാകുന്നുണ്ട്. റിവായത്തുൽ ബുഖാരി, ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആലയുടെ റിപ്പോർട്ട്. എവിടെയുള്ള റിവായത്ത്? ഈ ഹദീസിൽ ഖബറൈനി, രണ്ട് ഖബറിൻ്റെ ഇടയ്ക്ക് കൂടെ നടന്നപ്പോൾ ഇന്നഹുമായി യുഅദ്ദബാനി വമാ യുഅദ്ദബാനി ഫീ കബീർ എന്നൊക്കെ പറഞ്ഞല്ലോ. ആ ഹദീസിൽ റിവായത്ത് ചെയ്തു. എന്ത് റിവായത്ത് ചെയ്തു? ലാ യസ്തബ്രിയു. റിവായത്ത് ചെയ്യപ്പെട്ട എന്നത് ലാ യസ്തബ്രിയു എന്നുള്ള വാക്ക്. അതിൽ ഒരാൾ ഇസ്തിബ്ര നടത്താത്തവനായിരുന്നു. അപ്പോൾ ഖബർ ശിക്ഷ കിട്ടാൻ കാരണമായത് ഇസ്തിബ്ര നടത്താതിരിക്കലാണ് എന്ന് പറയുമ്പോൾ നിർബന്ധകാരി വെച്ചെങ്കിലല്ലേ അങ്ങനെ കുറ്റം കിട്ടുള്ളൂ. അപ്പോൾ ഇസ്തിബ്ര നടത്തൽ നിർബന്ധമാണ് എന്ന് തെളിവാകുന്നുണ്ട്. അപ്പോൾ യഖൂലു മലമൂത്ര വിസർജനം ചെയ്യാൻ ഉദ്ദേശിച്ച ആൾ പറയണം ദുഖൂലിഹി അവന അതിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ പറയണം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി എന്ന് പറയണം. അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. അള്ളാഹുവേ നിന്നെക്കൊണ്ട് ഞാൻ ആൺപിശാചുകളുടെയും പെൺപിശാചുകളുടെയും ഉപദ്രവത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. എന്താ ഖുറൂജ് അവൻ പുറപ്പെടുന്ന അവസരത്തിൽ പറയണം ഗുഫ്രാനക്കൽ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബഅന്നി അല്ലദാ വഅഫാനി എന്ന് പറയണം. ഗുഫ്രാനക്ക നിൻ്റെ പൊറുക്കലിനെ ഞാൻ ചോദിക്കുന്നു അല്ലാഹ്, അല്ലെങ്കിൽ നിൻ്റെ പൊറുക്കൽ എനിക്ക് നീ പൊറുക്കണേ. അൽഹംദുലില്ലാഹി സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ എങ്ങനത്തെ അല്ലാഹുവാണ്. അദ്ഹബഅന്നി അല്ലദാ ഈ ഇടങ്ങാറ് എന്നെ തൊട്ട് പോയി, അങ്ങനെ പുറത്ത് പോയില്ലെങ്കിൽ ഞാൻ എന്താകുന്നു. വഅഫാനി മാത്രമേ എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അതാരിക്ക അങ്ങനെ പ്രവേശിക്കുന്നതായിരിക്കുന്ന അവസരത്തിൽ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക
മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് ഈ പറയലാകുന്നത് മുസ്തഹബുൻ, അത് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. ഇസ്ഹറായി വൽ ബുനിയാനി, മരുഭൂമിയിലും മരുഭൂമിയല്ലാത്ത കെട്ടിടത്തിനാൽ ഞങ്ങൾ താമസിക്കുന്നത്. കമാക്കാലഹു ഫി റൗളത്തി, അവർ രണ്ടിടത്തും സുന്നത്താണ്. സഹറായിലും ബുനിയാനിലും ഒക്കെ സുന്നത്തുണ്ട് എന്നതിന് ഇമാം നവവി റളിയല്ലാഹു അൻഹു റൗളയിൽ പറഞ്ഞ പോലെ വഖദ് റവ ശൈഖാനി എന്ന ബുഖാരി മുസ്ലിം റഹിമഹുള്ള റിവായത്ത് ചെയ്തു. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നബിസ്വലാസങ്ങളാകുന്ന കാന തങ്ങൾ പതിവായിരുന്നു. ഇതാ ദഖൽ ഖലാ, തങ്ങൾ ഖലായിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ ഖലാ തങ്ങൾ പറയൽ പതിവായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദുക മിനൽ ഖുബൂസി വൽ ഖബായിസി എന്ന് പറയൽ പതിവായിരുന്നു. സാദ ബിൻ സക്കരി വഗൈറുഹു, നേരത്തെ നമ്മൾ അല്ലാഹുമ്മ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദുക മിനൽ ഖുബൂസി വൽ ഖബായിസി, ഇങ്ങനെ അല്ലാഹുമ്മ ഇന്നി അഊദുക മിനൽ ഖുബൂസി വൽ ഖബായിസി. സാദ ബിൻ സക്കരി വഗൈറുഹു, ഇബ്നു സക്കനും ഖൈറുമൊക്കെ യാസ്തിയാക്കി ഫി അവലിഹി, ആ ഹദീസിൻ്റെ ആദ്യത്തിൽ എന്തിന് ബിസ്മില്ലാഹിനെയും കൂടി. അപ്പോൾ എന്താവും ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദുക മിനൽ ഖുബൂസി വൽ ഖബായിസി. റവാ അസ്ഹാബു സുനനിൽ അർബഅത്തി, സുനനിൽ അർബഅത്തിൻ്റെ 4 മുസ്ലിമീങ്ങൾ, എൻ്റെ അസ്ഹാബ് പറഞ്ഞ എൻ്റെ ആളുകൾ, അഥവാ ഇമാം തിരുമുദി, ഇമാം അബൂ ദാവൂദ്, ഇമാം നസായി, ഇമാം ഇബ്നു മാജ. ഈ മഹാന്മാരായിരിക്കുന്ന 4 അസ്ഹാബും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന, നബിസ്വല്ലല്ലാഹുങ്ങളുടെ പതിവായിരുന്നുവെന്ന്. ഇതാ ഖറജ മിനൽ ഖലായി, ഖലാ എന്നും പുറപ്പെട്ടാൽ ഖലാ തങ്ങൾ പറയാറുണ്ടായിരുന്നു, ഗുഫ്രാനക എന്ന് പറയും, എൻ്റെ പൊറുക്കലിനെ ഞാൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ പൊറുക്കൽ എനിക്ക് പൊറുക്കണേ. ഇബ്നു മാജ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇബ്നു മാജ റളിയല്ലാഹു അൻഹു അനുസരിച്ച് കാന ഇദാ ഖറജ മിനൽ ഖലായി, തങ്ങൾ ഖലാ എന്നും പുറത്തു വന്ന ഖലാ തങ്ങൾ പറയും, അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നി അല്ലദാ വഅഫാനി എന്ന് പറയും. അല്ലാഹുമ്മ, അല്ലാഹുവേ, അൽഹംദുലില്ലാഹ്, സർവസ്വം അല്ലാഹുവിനാണ്. അല്ലദീ, അങ്ങനെയുള്ളതായിരിക്കുന്നു അല്ലാഹുവാണ്, അദ്ഹബാനിയൽ, അതായി അടങ്ങാനെ തൊട്ട് പൂക്കിക്കളഞ്ഞു, വഅഫാനി, അതാ വഅഫാനി, എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഇനി അർത്ഥം പറയാം. വൽ ഖുബ്സു, ഈ ഹദീസിലുള്ള ഖുബ്സ് ആകുന്നത് ബിളമ്മിൽ ഹായി വൽ ബായി, രണ്ടിനും ലമ്മുണ്ടാകുന്നത് ഖുബ്സ് എന്നാണ്. ജമ്മു ഖബീസിന്, ഖബീസിൻ്റെ ബഹുവചനാണത്. വൽ ഖബായിസ്, പിന്നെ സലഫാണ് ഖബായിസ്, അത് ജമ്മു ഖബീസത്തിൻ്റെ ജമ്മുവാണ്. വൽ മുറാദ് ബിദാലിക, എന്നാൽ ഈ ഖുബ്സ് എന്ന് പറഞ്ഞല്ലോ ആൺപിശാച്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുഖൂറുശയാത്തീനി വൈനാസുഹും. മുറാദ് ഉദ്ദേശിക്കപ്പെടുന്ന ബിദാലിക പറഞ്ഞാൽ ഖുബ്സ് ഖബായിസും ഉണ്ടല്ലോ, രണ്ടുകൊണ്ടും ഉദ്ദേശിക്കപ്പെടുന്നത് ദുഖൂറുശയാത്തീനി വൈന, ഓരോന്നോരോ ദുഖൂറുശയാത്താണ് ഉദ്ദേശിക്കുന്നത്. എന്ത് ആളുകൾ എന്നുള്ളതായിരിക്കുന്ന ആൺപിശാച ഉദ്ദേശിക്കുന്നത് ഖുബ്സ് കൊണ്ടിട്ടോ, ബൈനാസും പെൺപിശാചാണ് ഉദ്ദേശിക്കുന്നത് ഖബായിസ് കൊണ്ട്. കമാ ഖാലൂ ഫി ദഖായിഖ്, ഇതൊക്കെ നമ്മൾ സ്വന്തം പറയല്ലേ. ഇമാം നവവി റളിയല്ലാഹു അൻഹു തൻ്റെ ദഖായിഖിൽ പറഞ്ഞിട്ടുണ്ട്, ഖുബ്സ് പറഞ്ഞാൽ ഖബീസിൻ്റെ ജമാണെന്ന്. ഖബീസിൻ്റെ അർത്ഥം ആൺപിശാച് എന്നാണ്. ഇതൊക്കെ കമാകാലോ ദക്കായിക്ക് എന്നതിന് മുസ്ലിം പറയുമ്പോൾ ദക്കായിക്കിൽ പറഞ്ഞ പോലെ വല്ലിസ്തിമാദത്തു മിൻഹും, എന്നാൽ പിശാചുകളിൽ നിന്ന് കാവൽ ചോദിക്കലാകുന്ന എവിടെ? ഫിൽ ബിനായി, കെട്ടിടത്തിൽ വെച്ച്. അങ്ങനത്തെ കെട്ടിടമാണ്. അൽ മുഅദ്ദിൽ ഖളാഇൽ ഹാജത്തി, ഖളാഉൽ ഹാജത്തിന് വേണ്ടി ഒരുക്കി തയ്യാറാക്കപ്പെട്ട ആണെന്നല്ല പിശാചകത്ത് കാവൽ ചോദിക്കുന്നത്. അത് ഈ അന്നഹു, നിശ്ചയമായിട്ടും ഈ ഖളാഉൽ ഹാജത്തിന് വേണ്ടി ഒരുക്കി തയ്യാറാക്കപ്പെട്ട സ്ഥലമാകുന്നത്, ബിനാ ആകുന്നത്, മഹ്വാഹും, അത്
പിശാചികൾക്കുള്ളതായിരിക്കുന്ന കേന്ദ്ര സ്ഥലമാണ്, ഒരു അഭയസ്ഥലമാണത്. അതുകൊണ്ടാണ് അഫിസഹറായി എന്നാൽ മരുഭൂമി എന്ന് കാവൽ ചോദിക്കുന്ന നിൽക്കുമ്പോൾ എന്താണ് അവിടെ പിന്നെ ആ ഒരു ഇത് തുടങ്ങിയില്ലല്ലോ. അത് കാരണം അതിൽ അന്നഹു സീറു ഇപ്പോഴായിട്ടില്ലെങ്കിലും പിന്നീട് ആകുമല്ലോ. എസ് മഹുവാലുഹും പിശാചികൾക്കുള്ള അഭയസ്ഥലമാവും. എന്താ അഭയസ്ഥലമാകുന്നത്? ബിഹുറൂജിൽ ഖാരിജ്, പുറത്ത് പോകുന്ന മൂത്രം കാഷ്ടം പോലത്തൊക്കെ പുറത്ത് പോയതോടുകൂടി ഒക്കെ കൂടുതലുള്ള സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത